ചേച്ചി ചേച്ചി എന്താടാ ഉറങ്ങാനും സമ്മതിക്കില്ല മനുഷ്യൻ. ചേച്ചി ഒന്ന് എണീറ്റേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ചേച്ചി ഇന്നലെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ? അപ്പയ്ക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാനിവിടുത്തെ അമ്മയുടെ ഇവിടുത്തെ അമ്മയുടെ ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു ലിവിങ് ടുഗദർ പാർട്ട്ണറിനെ വേണമെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓൺലൈൻ പേജില്ലേ, അതിൽ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തു. ഇതിനെന്തെങ്കിലും എൻക്വയറി വന്നോ? നീ അതിന് റിപ്ലൈ കൊടുത്തോ? ചേച്ചി, ഞാനൊരു ഫണ്ണായിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തതാ. നമ്മുടെ പേജിൽ കുറച്ച് എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ വരുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ കുറച്ച് പേര് സീരിയസ് ആയിട്ടാണ് മെസ്സേജ് അയച്ചു. റിപ്ലൈ ഒക്കെ വന്നപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ കുറച്ച് പേരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് കാണില്ലേ? ഇനിയിപ്പോൾ നീ അതിന് ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പോൾ ആരൊക്കെയോ സീരിയസ് ആയിട്ട് മെസ്സേജ് അയച്ചു എന്നല്ലേ പറഞ്ഞേ? നീ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അവരുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാം, അവരോട് വന്ന് മീറ്റ് ചെയ്യാനും പറയാം. പക്ഷേ ഇവിടുത്തെ അമ്മ സമ്മതിക്കുമോ? സമ്മതിക്കാതിരിക്കാൻ എന്താ? അമ്മ പറഞ്ഞിട്ടല്ലേ. അമ്മ നേരത്തെ അക്കാഡമിയിലേക്ക് പോവാണോ? ആ, ഇന്ന് മോർണിംഗ് സ്കെഡ്യൂൾ ചെയ്തിരുന്ന ഫാക്കൽറ്റി വരാൻ വൈകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പം മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ കയറിയിട്ട് വൈകിട്ട് അവരോട് കയറാൻ പറയാലോ. അമ്മ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ടാണോ? ഏത് കാര്യം? അല്ല, മറ്റേ ലിവിങ് ടുഗെദർ പാർട്ട്ണറുടെ കാര്യം. ഓ, അതാണോ? കുറേ നാളായില്ലേ ഇഷിത എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇക്കാര്യത്തിൽ ഞാൻ തമാശ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല. അപ്പം ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ? അമ്മേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാര്യം ഇന്നലെ ഇഷാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊരു അഡ്വർടൈസ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള റെസ്പോൺസസ് വന്നിട്ടുണ്ട് അതിന്. അമ്മയ്ക്ക് ഓക്കെ ആണെങ്കിൽ അവരോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞാലോ? അല്ല, അവരോട് നമ്മളെ മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞാലോ? എൻ്റെ പൊന്നിഷിതേ, നമ്മൾ ഇന്നലെ അമ്മയോട് സെക്കൻഡ് മാരേജിനെ കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ നിന്നെ വട്ടാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും. ആരെങ്കിലും തമാശയ്ക്ക് ഇങ്ങനൊരു കാര്യം പറയുമെന്നാ ഞാനിപ്പോൾ അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആ, ബെസ്റ്റ്. എടി, ഈ സെക്കൻഡ് മാരേജ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ തന്നെ ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോഴാ ഇനി ലിവിങ് ടുഗെദറൊക്കെ. അതൊന്നും ഓർത്ത് നീ പ്രഷർ കയറ്റണ്ട. ഇഷാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി, നമ്മളിതെങ്ങനെ ഏട്ടനോട് പറയും? അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. ഞാനിതെങ്ങനെ ഇവിടെ അവതരിപ്പിക്കും? എൻ്റെ പൊന്ന് കീർത്തന, നീ ഇതിപ്പോൾ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട. അതൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരോടും പറയാം. എന്നാ ശരി. ആ, ശരി എന്നാ. ഇഷിത, ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ ഈ സാറ്റർഡേ സൺഡേ അക്കാഡമി ലീവാണ്. ഇഷാനെ മെസ്സേജ് അയച്ചവരോട് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചോദിക്കും.
നീ അവിടെ ഇരിക്കേ, അവരോട് നീ ആദ്യം സംസാരിച്ചാൽ മതി. അതിനവരെ എന്നെയല്ലല്ലോ അമ്മയല്ലേ കാണാൻ വരണേ. അതല്ല, നീ ഒന്ന് ആദ്യം അവരോട് സംസാരിക്കും. എല്ലാം സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് അവരോട് സംസാരിച്ചാൽ അത് ശരിയാവില്ല. ശരി അമ്മ, ഞാൻ കോർണർ സീറ്റിലിരുന്നോ. അവർ വരുമ്പോൾ ഞാൻ അമ്മ കോളിൽ കണക്ട് ചെയ്യാം. എക്സ്ക്യൂസ് മീ, ഈ സെക്കൻഡ് മാരേജ് നോക്കുന്ന കവിത? സെക്കൻഡ് മാരേജ് അല്ല, ലിവിങ് ടുഗെദറാ. എൻ്റെ പേര് നയന. ഇഷിത. കവിത നിങ്ങളുടെ അമ്മയാണോ? അല്ല, മദർ ഇൻ ലോ ആണ്. ആ ഓക്കെ. ഒന്നും തോന്നിയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തോ പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു റിലേഷൻ നോക്കാൻ? ലിവിങ് ടുഗെദർ ആണോ? അയ്യോ അല്ലല്ല, ഒരു പാർട്ട്ണറിന് വേണമെന്ന്. അത് വലിയ റീസൺ ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് സ്വീഡനിലാണ് വർക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സെറ്റിൽ ചെയ്യാനാണ് താല്പര്യം. അമ്മയ്ക്കാണെങ്കിൽ ഇവിടുന്ന് വരാനായിട്ട് വലിയ ഇൻട്രസ്റ്റും ഇല്ല. അമ്മ തന്നെ സജസ്റ്റ് ചെയ്തൊരു സൊല്യൂഷനാണ് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓ നന്നായി, ഞാൻ കറക്റ്റ് ആളായിട്ടോ മീറ്റ് ചെയ്തേ. അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. സജീവ് എന്ന പേര്, ഫാദർ ഇൻ ലോ ആണ്. പുള്ളി കഴിഞ്ഞ വർഷം റിട്ടയർ ആയതേ ഉള്ളൂ സർവീസിന്. ഞങ്ങൾ UK പോകാൻ പ്ലാനുണ്ട്. പുള്ളീനെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. സോ പുള്ളി തന്നെയാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊണ്ടുവന്നത്, ഒരു സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് നന്നായിരിക്കുമെന്ന്. പിന്നെ സത്യം പറയാമല്ലോ, അച്ഛൻ അറിയാണ്ടാട്ടോ ഞാൻ ആഡിന് റിപ്ലൈ ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്നതും പുള്ളിക്ക് അറിയില്ല. ഇയാളോ? ഇല്ല, അമ്മ പറഞ്ഞിട്ട് ആഡ് ഇട്ടത്. ഓക്കെ, അപ്പോൾ സംഭവം ഈസി ആയല്ലോ. മദർ ഇൻ ലോവിനൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓ നയനയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഈവനിങ് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എടോ, താൻ കാഷ്വലായിട്ട് പറഞ്ഞാണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സിൻ്റെ പേരൻസ് ഒരു ബാധ്യത തന്നെയാണ്. ഒരാവശ്യമില്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റാണത്. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ താനിതൊന്ന് സെറ്റാക്കി തരണം. എത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ. ഹലോ. ആ, അമ്മ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനൊന്ന് ഇറങ്ങി നടന്നു. ഇഷിത, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ആ പ്രഭേ, പറയ്. എന്തായി? റിപ്ലൈ അയച്ച ആരെങ്കിലും വന്നായിരുന്നോ? ഇനിയിപ്പോൾ ആ വന്ന കൊച്ചു പറഞ്ഞ പോലെ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഞാനൊരു ബാധ്യതയായി കാണൂ? ഏയ്, സംഭവം രണ്ടുപേരും ചെയ്യാൻ നോക്കുന്ന ഒന്ന് തന്നെയാ. പക്ഷെ വന്ന കൊച്ചിനില്ലാത്ത ഒന്ന് നിന്റെ മകൾക്കും മരുമകൾക്കും ഉണ്ട്, കൺസേൺ. അതുകൊണ്ട് വെറുതെ നീ ഇതാലോചിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. അങ്ങനെയല്ലടോ. ഇഷിതയും മക്കളും പിന്നെ നീയും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തപ്പോൾ പെട്ടെന്നൊരാവശ്യത്തിൻ്റെ പുറത്താണോ ഇങ്ങനൊരു തീരുമാനം എടുത്തെന്നൊരു തോന്നൽ. കവിതയെ നീ ചുമ്മാ കളിക്കല്ലേ. സത്യത്തിൽ ഞാനിന്നിവിടെ ആരെയും എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും അല്ലടോ വന്നത്. അമ്മ എങ്ങനെയുള്ള ഒരാളെ നോക്കണം? കാര്യം
കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്കൊന്ന് പ്രിസൈസായിട്ട് അന്വേഷിക്കായിരുന്നു. സർ, അപ്പോൾ ഡിവോഴ്സ്ഡ് ആണോ അതോ വൈഫ് മരിച്ചു പോയതാണോ? ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവനും എൻ്റെ ഫാമിലിക്കും അറിയാം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം. എനിക്കാണ് ആൾക്കാരെ ഫേസ് ചെയ്യാനൊട്ടും താല്പര്യമില്ലാണ്ടായി. പിന്നെന്താ തോമസിന് ഇപ്പം ഇങ്ങനെ ഒരാൾ വേണമെന്ന് തോന്നിയത്? ആ ആൾ വരുമ്പോൾ എൻ്റെ മകളും മരുമകളും ഇവിടെ ഉണ്ടായിരുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അല്ല, ഇപ്പം ആളിങ്ങോട്ട് വരുമോ?